ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ഐറ്റമാണ്. ഒന്ന് സ്വീറ്റ്സും ഒന്ന് സ്നാക്കും. അപ്പോൾ ഇത് രണ്ടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. പുതിയൊരു ഐറ്റംസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ സ്കിപ്പാക്കാതെ മുഴുവൻ കാണുക. ഇവിടെ ഒരു ഡെസേർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തീ കത്തിക്കാം. എന്നിട്ട് 1/2 ലിറ്റർ പാൽ അതിൽ വെച്ചെടുക്കാം. എന്നിട്ട് ഈ പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് പഞ്ചസാരയും പാൽപ്പൊടിയും ചേർക്കാനുണ്ട്. എന്നിട്ട് നന്നായി വറ്റി വരുന്നത് വരെ ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ തിളച്ചതിന് ശേഷം പഞ്ചസാര ചേർക്കുന്നത് കാണിക്കാം. ഇവിടെ പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. പാൽ തിളച്ച് മറിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ എന്തെങ്കിലും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇട്ടു. ഞാൻ 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് നല്ലൊരു കട്ടിയാവുന്നത് വരെ ഇതുപോലെ ഇട്ടുകൊണ്ടിരിക്കണം. പാല് വെച്ചിട്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ കാൽഭാഗം വറ്റിയിട്ട് കുറച്ച് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇത് തീ ഓഫ് ചെയ്യാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പുറത്തേക്ക് പറഞ്ഞു പോകും. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച പാല് നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം മാത്രം ചെയ്യണം. പിന്നെ ഇത് ഫ്രഷ് ക്രീം, 1 കപ്പ് ഫ്രഷ് ക്രീം ഉണ്ട്. ഇത് ബീറ്റാക്കി എടുക്കണം. പിന്നെ ഇതിന് വേണ്ടത് ബ്രെഡ്. ഇത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് അടിക്കാൻ പോകുന്നത്. ക്രീമിന് മിക്സിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. നന്നായി ഉണക്കിയിട്ട് വേണം അടിച്ചെടുക്കാൻ. 5 മിനിറ്റ് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ക്രീം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ബീറ്ററിൽ അടിച്ച പോലെ കുറച്ച് അധികമായിട്ട് കാണില്ല. അപ്പോൾ 2 പാത്രത്തിലാക്കിയിട്ടുണ്ട് ഞാൻ. ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. ഇത് പർപ്പിൾ കളറാണ് കാണുന്നത്, ബ്ലൂ ആയിട്ടാണ്. ഇനി ബ്രെഡിൻ്റെ കര എടുക്കണം. ഇതിൻ്റെ കര കളഞ്ഞിട്ട് വൈറ്റ് ഭാഗം മാത്രം എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഈ പ്ലേറ്റിൽ സെറ്റാക്കിയിട്ട് കാണിക്കാം. നമുക്ക് ട്രയലും ചെയ്യാം. അപ്പോൾ ഇത് ഈ പാലിലേക്ക് മുക്കി കൊടുക്കാം. ഇതിൻ്റെ മേലെ വൈറ്റ് കളർ ക്രീം ഇട്ട് കൊടുക്കാം. വീണ്ടും ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് പർപ്പിൾ കളർ ക്രീം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ബ്രെഡ് വെച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കുറച്ച് സമയം സെറ്റാക്കി എടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ വേറൊരു ട്രയൽ കൂടി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ടാക്കി എടുക്കാം. 4 പീസാക്കിയിട്ട് എടുക്കാം. ഇതിൻ്റെ മേലെ ചെറിയൊരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നല്ലൊരു ഡെസേർട്ട് തയ്യാറായിട്ടുണ്ട്. ഈസിയാണ്, ടേസ്റ്റിയുമാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്നാക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്.
അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഒരു 3 പൊട്ടറ്റോ, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു പകുതി ചെറുനാരങ്ങ, ഒരു ഉള്ളി, പിന്നെ മിക്സർ വേണം, കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ കായം, പിന്നെ ചാറ്റ് മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ നൂഡിൽസ് മസാല വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു പാക്കറ്റ് മോണാക്കോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പൊട്ടറ്റോ ഒന്ന് ഉടച്ചെടുക്കണം. ഉള്ളി ചെറുതായി അരിഞ്ഞെടുക്കാം. ബിസ്ക്കറ്റ് എടുക്കാം. അതുപോലെ ബിസ്ക്കറ്റ് ആദ്യം എടുക്കാം. മസാല ഇതിൽ വെച്ചു. വേറെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഷേപ്പാക്കി ഈ സോസ് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളത്ര വയ്ക്കാം. രണ്ട് ഐറ്റംസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി.